ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആരും നമ്മളോടൊന്നും പറയുന്നില്ല. അനാമിക മോൾക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്. അതെന്താണെന്ന് മോള് പറയുന്നുമില്ല. നമ്മളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ മോളത് പറയാത്തത്. അതേ വസുന്ധരെ, ഇവിടെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. എന്താണെന്നൊന്നും നമ്മളും അറിയുന്നില്ല, നമ്മളെ ആരും അറിയിക്കുന്നില്ലല്ലോ. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയുടെ ശബ്ദം ഞാൻ കേട്ടു. പാതിരാത്രിക്ക് വണ്ടി വരാനും പോകാനും ഒക്കെ എന്താ സംഭവം നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞാലല്ലേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അനാമികയുടെ വിഷമം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാം. അനി അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതാണ് അവളുടെ വിഷമമെന്ന് നമുക്കറിയാലോടോ. പിന്നെ നമ്മളെന്ത് പറയാനാ? അവൻ ചെറിയ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കേ. അവൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനാ നന്ദുവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് തോന്നുന്നേ. നന്ദുവിൻ്റെ പിന്നാലെ അവൻ നടക്കുമ്പോൾ അനാമികയ്ക്ക് അതെങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നേ? പാവ അനാമിക മോള് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എടോ വസുന്ധരെ, താനൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? വന്ന സമയത്തൊക്കെ അനാമിക മോളെയായിരുന്നു ദേവയാനി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. പക്ഷേ നയനയെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ നയനയെ ഉള്ളം കയ്യിലും അനാമികയെ പുറന്തള്ളിക്കൊണ്ട് നടക്കുക. അതിൻ്റെ കാരണം എന്താ? അത് പിന്നെ പ്രത്യേകം പറയണോ? ദേവയാനിക്ക് കരൾ കൊടുത്തത് നയനമോളല്ലേ? അപ്പോൾ ആ സ്നേഹമാണ് നയനയോട് കാണിക്കുന്നത്. ശരിയാണ്, ആ സ്നേഹം നയനയോട് കാണിച്ചോട്ടെ, അതിലൊരു കുഴപ്പമില്ല. എന്നാൽ അതേ സ്നേഹം നയനയോട് ദേവയാനി കാണിക്കുമ്പോൾ അതിനേക്കാൾ ഡബിൾ മടങ്ങ് വെറുപ്പ് അനാമികയോട് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേടോ. അത് കേട്ടതും അത് ശരി തന്നെയാണ്. അതെന്താന്ന് ഇതുവരെ എനിക്കും മനസ്സിലായിട്ടില്ല. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി അനാമികയ്ക്ക് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാക്കി അത് വല്ലതും ദേവയാനി അറിഞ്ഞിട്ടാണോ അനാമികയിൽ നിന്നും മാറി നിൽക്കുന്നത്? അതും പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? ഇവിടെയുള്ളവരാരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ആരും നമ്മളോടൊന്നും പറയുന്നില്ല. നമുക്ക് വയസ്സായില്ലേടോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേടിയാ ഇവിടെയുള്ളവരുടെ മനസ്സിൽ. അതിൽ പാതി പേർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പാതി പേർക്ക് നമ്മൾ വേണം, പാതി പേർക്ക് നമ്മൾ വേണ്ട. അതാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രേവതിയാണ്. രേവതിയും വേണും അനാമികയെ കാത്തിരിക്കുക. അപ്പോഴേക്കും അനാമിക എത്തി. എന്തായി മോളെ, എന്തായി കാര്യങ്ങളൊക്കെ? ആ വീഡിയോസ് ഞാൻ കാണിക്കേണ്ടവരൊക്കെ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം അനന്തപുരിയിലുള്ള എല്ലാവരും ഇളകി മറിഞ്ഞു നിൽക്കുക. എന്തായാലും എനിക്ക് ഇന്നലെ ഞാൻ കുറെ കൊടുക്കുകയും ചെയ്തു. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു എനിക്ക്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കാരണം അനന്തപുരി 4 വെട്ടി ഭാഗിക്കണം. അതിലൊരു ഭാഗം എനിക്ക് കിട്ടുകയും വേണം. അതിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് ചെന്നത്. എന്തായാലും അതൊക്കെ ഏതാണ്ട് നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. അതെ മോളെ, അത് തന്നെ വേണം. അവനെ പോലെയുള്ള ഒരുത്തന്നെ നെഞ്ചിലേറ്റി നടന്നിട്ട് കാര്യമൊന്നുമില്ല. മോൾ അവനെ എത്ര സ്നേഹിച്ചാലും അവൻ്റെ മനസ്സിലാ നന്ദുവാ. ഇന്നലെ ഞാൻ കണ്ട രംഗങ്ങൾ, അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് പൊള്ളിപ്പോയി മോളെ, കണ്ണ് പൊള്ളിപ്പോയി. അത് കണ്ടപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല അച്ഛാ. പക്ഷേ എനിക്ക് അവിടെ നിന്ന് പോരുമെന്നാണെങ്കിലും ചെറിയ നിരാശയൊക്കെ ഉണ്ട്. എന്താ മോളെ? എൻ്റെ ആഗ്രഹം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാലും അനിയുടെ ജീവിതത്തിലേക്ക് ആ നന്ദു വരരുതച്ചാ, അത്രയേ ഉള്ളൂ. അത് കേട്ടതും നമ്മുടെ വേണു, അത് നടക്കാതിരിക്കാനുള്ള വഴിയൊക്കെ നമുക്ക് ഒപ്പിക്കാം മോളെ. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം മോള് കിട്ടേണ്ടതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. അത് ഞാൻ ചെയ്തിരിക്കും അച്ഛാ. അത് ചെയ്യണമല്ലോ. ചെയ്യാതെ വേറൊരു വഴിയുമില്ല. കാരണം ഞാൻ അത്രയ്ക്ക് ദേഷ്യത്തില്ല. എന്തായാലും അവനെ പോലെ ഒരുത്തന്നെ ചുമന്നുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒരുത്തിയെയും മനസ്സിലിട്ടുകൊണ്ട് എന്നെയും കല്യാണം കഴിച്ച് ജീവിക്കുന്നവനവൻ. അങ്ങനെയുള്ളപ്പോൾ അവനെ എനിക്ക് വേണ്ട. നിനക്കല്ലെങ്കിലും വേറെ ചെറുക്കനെയാണല്ലോ മോളെ ഇഷ്ടം. ആ ഇഷ്ടമൊക്കെ മനസ്സിലിട്ടുകൊണ്ടല്ലേ നീ അനന്തപുരിയിലേക്ക് കയറി ചെന്നത്. അനന്തപുരിയിൽ നിന്നും നീ ഇനി സ്വത്തുക്കളൊക്കെ മേടിച്ച് ആ പയ്യനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? അങ്ങനെ ജീവിക്കണമെങ്കിൽ പണം വേണം മോളെ. അതുകൊണ്ടാണ് പറഞ്ഞത്, അനന്തപുരിക്കാരെ പരമാവധി പറ്റിക്കാൻ പറ്റുന്നിടത്തോളം പറ്റിക്കുക. അതിനുശേഷം വന്നാൽ മതി. കേട്ടല്ലോ? ശരി അച്ഛാ. എന്തായാലും അച്ഛൻ അങ്ങനെ ഒരു വീഡിയോ കിട്ടിയത് നന്നായി അല്ലേ മോളെ? അതെ അച്ഛാ, അച്ഛൻ അവരുടെ പിന്നാലെ പോയത് എന്തായാലും നന്നായി. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ മോൾ അവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ദേവയാനിക്ക് വിഷം കൊടുത്തത് നീയാണെന്ന്, നമ്മളാണെന്ന്, അതായത് നമ്മളാണ് പാലിൽ വിഷം കലർത്തിയെന്ന് അവിടെ വിളിച്ചു പറഞ്ഞാലും
അനിയുടെ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒന്നും അത് വിശ്വസിക്കരുത്. അല്ലെങ്കിലും അവിടെ ആരെന്നെക്കുറിച്ച് എന്ത് അനിയുടെ അമ്മ അത് വിശ്വസിക്കില്ല. കാരണം അനിയുടെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി പലരും പലതും പറഞ്ഞ് ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് അനിയുടെ അമ്മ ഓരോന്ന് ചെയ്യും. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ഓർത്ത് പേടിയൊന്നുമില്ല അച്ഛാ. അനിയുടെ അമ്മ എനിക്ക് സപ്പോർട്ടായിട്ടുള്ളപ്പോൾ എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അനാമിക പറയുക. എന്തായാലും വാ മോളെ, കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് പോവാം. എനിക്ക് പോകണം അച്ഛാ, അവനെ ഒന്ന് കാണണം, അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ സോഫയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നയന ചായയും കൊണ്ടുവന്നു. മുത്തശ്ശി എന്നാ ചായ. മോളെ, ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഇവിടെ ചില ശബ്ദങ്ങളൊക്കെ കേട്ടല്ലോ, എന്താ അത്? ആരാ അർദ്ധരാത്രി കഴിഞ്ഞ് വീട്ടിൽ വന്നത്? അത് കേട്ടതും അത് പിന്നെ മുത്തശ്ശ, ഇന്നലെ അനിയെ കാണാനില്ലായിരുന്നു. ഇവിടെ എല്ലാവരും അന്വേഷിച്ചു. പിന്നെ അർദ്ധരാത്രി ആയപ്പോൾ ഞാനും ആദർശേട്ടനും പോയി കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അർദ്ധരാത്രി വരാനും മാത്രം അവൻ എവിടെയായിരുന്നു? അത് പിന്നെ ഏതോ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തൊഴുത് കഴിഞ്ഞപ്പോൾ ആൽമരത്തറയിൽ കിടന്ന് ഉറങ്ങിപ്പോയിന്നാ അനി പറഞ്ഞത്. അതെന്തിനാ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് തിരിച്ചു പോന്നൂടെ? ആൽമരത്തണലിൽ കിടന്ന് ഉറങ്ങേണ്ട ആവശ്യം എന്താ? അത് പിന്നെ അവിടുത്തെ കാറ്റിൻ്റെ ഇതൊക്കെ കൊണ്ട് സത്യം പറഞ്ഞാൽ അവനിവിടെ ഒരു സമാധാനം ഇല്ല മുത്തശ്ശ. അതുകൊണ്ടാണ് അവൻ വരാത്തത്. അത് കേട്ടതും അത് ഞങ്ങൾക്കറിയാം മോളെ. പാവം അനിയുടെ ജീവിതം തകർന്നുകൊണ്ടേ ഇരിക്കുക. അനാമികയെ കുറ്റം പറയാനും പറ്റില്ല. ആ കുട്ടിയും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻകാരാ. അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിഷ്ടം പോലെ പണവും സ്വത്തൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല മോളെ. സ്നേഹിക്കാനുള്ള മനസ്സ് വേണം. അനി ആ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാ. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതം തകരുമ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ട് മാറി നിൽക്കരുത്. അത് കണ്ടുകൊണ്ട് നമ്മൾ മാറി നിന്ന നമ്മുടെ കുടുംബമാണ് തകരുന്നതെന്ന് മോളൊന്ന് ഓർക്കണം. എനിക്കറിയാം മുത്തശ്ശ, പരമാവധി അനിയെ ഉപദേശിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അനാമികയും കൂടെ കുറച്ച് കേൾക്കാനുണ്ട് മുത്തശ്ശ. അതുകൊണ്ട് അനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനാമികയുടെ ഭാഗത്തും തെറ്റുണ്ട്, അറിയാം മോളെ. എന്തൊക്കെ സംഭവിച്ചാലും അനാമികയെ നമുക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അനിയെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും അനാമികയ്ക്കൊപ്പം കൊണ്ടുവരുത്തിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല മുത്തശ്ശ. എന്തൊക്കെയായാലും അനാമികയും അനിയും ഇനിയിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനെന്ത് പറയാനാ? എനിക്ക് പറയാനല്ലേ മുത്തശ്ശ പറ്റൂ. എനിക്കും ഉപദേശിക്കുന്നതിലൊരു പരിധിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. മോളെ, എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ ജീവിതം തകരാറിലാവരുത്. അവർക്ക് രണ്ടുപേർക്ക് തുണയായിട്ട് മോളും ആദർശവും ഉണ്ടാവണം. ഉപദേശിക്കാനായിട്ട് അനിയെ മുന്നിൽ നിർത്തി ഉപദേശിക്കണം, കേട്ടല്ലോ? ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങ് പോവുക. നയനമോൾക്കും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അനാമികയുടെ കാര്യത്തിൽ എന്തോ വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നയനമോള് പോലും അനാമികയെ മാറ്റി നിർത്തുന്നത്. അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. നമ്മളോട് ആരും ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് അല്ലേ? അത് ശരിയാ വസുന്ധരെ. എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ മക്കളും മരുമക്കളും നമ്മളോടെല്ലാം പറയുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അനി ആകെ സങ്കടത്തിലാണ്. ഇന്നലെ രാത്രി ബെൽറ്റ് കൊണ്ട് ഒരുപാട് അടി കിട്ടി. അതൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ആ സകലം ചുമന്ന് തടിച്ച് കിടക്കുക. എന്നിട്ടും ആ വേദനയൊക്കെ മറന്ന് അനി ആലോചിക്കുന്നത് മുഴുവനും നന്ദുവിനെയാണ്. നന്ദുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അനിയുടെ മനസ്സൊന്ന് തണുക്കും. അനി ആ നന്ദുവിനെ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം മറക്കും. അനാമിക എന്ന രാക്ഷസിയുടെ മുഖം പോലും മറന്നുപോകും. അങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ നയന വരിക. അനി എന്ന ചായ. അപ്പം അനി ചായ മേടിക്കുക. ചായ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന, ഇന്ന് ഞാൻ പോയി നന്ദുവിനെ കണ്ടിരുന്നു. നന്ദുവിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അവൾ സത്യം പറഞ്ഞത്. ഇന്നലെ നടന്ന സംഭവത്തിന് കാരണക്കാരൻ അനിയാണല്ലേ? അതെ ഏട്ടത്തി, ഇന്നലെ നടന്ന സംഭവത്തിന് കാരണക്കാരൻ ഞാൻ മാത്രമാണ്, അല്ലാതെ നന്ദു അല്ല. പെട്ടെന്ന് എന്നെ കാണാതായപ്പോൾ അവൾ ഓടി അന്വേഷിച്ച് വന്നില്ലേ? അത് കണ്ടപ്പോൾ എനിക്കെൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അവളെ കണ്ടപ്പോൾ എല്ലാം മറന്ന് ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. അത്രയേ ഉള്ളൂ. അതിത്ര വലിയ കാര്യമൊന്നുമല്ല. അതിത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യവും ഇല്ല ഏട്ടത്തി. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നന്ദു. പക്ഷെ അനി, നീ ഒന്ന് മനസ്സിലാക്കണം. നീ ഇങ്ങനെ ചെയ്ത നന്ദുവിൻ്റെ പേരും കൂടിയാണ് ചീത്തയാകുന്നത്. നിന്റെ കല്യാണം കഴിഞ്ഞു. ഇനി നീ അവളുടെ പിന്നാലെ നടക്കുന്നത് ശരിയല്ല, തെറ്റായ കാര്യമാണ്. എൻ്റെ ഏട്ടത്തി, എൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും എനിക്ക് അവളോട് തീരെ താല്പര്യമൊന്നുമില്ല.
എനിക്ക് അന്നും എന്നും എന്നും ഇഷ്ടം എൻ്റെ നന്ദുവിനെ തന്നെയാണ്. ദയാനി, നീ ചെയ്യുന്ന കാര്യം കൊണ്ട് നാളെ അത് നന്ദുവിൻ്റെ ഭാവിയെ കൂടെ തകർക്കും. നന്ദുവിനൊരു കല്യാണം കഴിക്കണമെങ്കിൽ പോലും നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരിക്കും നാട്ടുകാർ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അത് തെറ്റാണ് അനി. എൻ്റെ ഏടത്തി, അതിന് നന്ദു വേറെ കല്യാണം കഴിച്ചാലല്ലേ അവൾ എന്നെയെ കിട്ടും. അത് തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. നീ തീരുമാനിക്കണ്ട, മനസ്സിലായോ? അവൾക്ക് ഒന്നോ രണ്ടോ ആലോചനയൊക്കെ വന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആലോചന വരുമ്പോൾ നിന്റെ കുറ്റങ്ങൾ പറഞ്ഞ് അവളുടെ വിവാഹ ജീവിതം മുടങ്ങരുത്. അത് കേട്ടതും അങ്ങനെ നന്ദു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൾക്ക് വിവാഹാലോചന വരുന്നതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞ പയ്യനാ നീ. നിന്റെ ഭാര്യയെ സ്നേഹിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളണം. അല്ലാതെ നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് നന്ദുവിൻ്റെ ജീവിതം തകർക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ അനി, ഈ ഏട്ടത്തി ആരാണെന്ന് നീ അറിയും. ഏട്ടത്തി, അത് പിന്നെ എനിക്ക് നന്ദു ഇല്ലാതെ പറ്റില്ല. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനി. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വലിയൊരു കുടുംബകലകം ഉണ്ടാക്കി എൻ്റെ അനിയത്തി നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നീ കൂടുതൽ സ്വപ്നങ്ങളൊന്നും കാണണ്ട, മനസ്സിലായല്ലോ? നിന്റെ സ്വപ്നങ്ങൾ തകർക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തകർത്തിരിക്കും. നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന താക്കീത് ചെയ്തിട്ട് അടുക്കളയിലേക്ക് പോവുക. ഈ സമയം അനിയാകെ സങ്കടപ്പെട്ടിരിക്കുക. ഇല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നന്ദുവിനെ എനിക്ക് വേണം. അവളില്ലാത്തൊരു ജീവിതം എനിക്കില്ല. അവളാണ് എൻ്റെ എല്ലാമായി അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് അനി വീണ്ടും അവിടെ ഇങ്ങനെ ചാരിയിരിക്കുക. ഈ സമയം അടുക്കളയിൽ ദേവയാനിയാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നയന അങ്ങോട്ട് ചെല്ലുക. നയന അവിടെ ചെന്ന് നിന്ന് എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എന്താ മോളെ, എന്തു പറ്റി? ഒന്നും പറയണ്ടമ്മേ. എത്ര പറഞ്ഞിട്ടും അനിയാണെങ്കിൽ മനസ്സിലാക്കുന്നില്ലല്ലോ. നന്ദുവിൻ്റെ ജീവിതം തകർക്കാനായിട്ട് അവൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. എൻ്റെ മോളെ, അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയാണ് നന്ദു. അപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടെ അവനെ തലയിൽ കെട്ടിവെച്ചതാണ് ഈ അനാമികയെ. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ആഗ്രഹം നമ്മളത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അമ്മ, എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ല എൻ്റെ അനിയത്തിയെ, പ്രത്യേകിച്ച് അനിയുടെ അമ്മയ്ക്കും അപ്പച്ചിക്കും ഒക്കെ. അങ്ങനെ വരുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളെ കൂടെ കരയിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. ഇവിടെ ഇത്രയും നാൾ ഞാൻ കരഞ്ഞ് ജീവിച്ചത്, ചിരിച്ചുകൊണ്ട് ജീവിച്ചത് എൻ്റെ ചേച്ചി മാത്രമാണ്. എന്നാൽ എൻ്റെ ചേച്ചിയുടെ ജീവിതവും ഇപ്പം തുലാസില. പക്ഷേ അതൊക്കെ നമ്മൾ മറച്ചു വയ്ക്കുന്നിടത്തോളം കാലം ഇങ്ങനെ തന്നെ പോകും. എന്നാൽ എൻ്റെ അനിയത്തി കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ലമ്മേ. എന്തൊക്കെയായാലും അവൾ എൻ്റെ കൂടപ്പിറപ്പാണ്. അവൾ ഇവിടെ വന്ന് അനുഭവിക്കുന്നതും ഇവിടുത്തെ ഇളയമ്മയുടെ കുത്തുവാക്കുകൾ കൊണ്ട് അവൾ നീറുന്നതും കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മോളെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും നിന്നെ അകറ്റി നിർത്തിയപ്പോഴൊക്കെ നിന്നെ ആദർശം ചേർത്ത് പിടിച്ചില്ലേ? ആ സമയത്ത് നിനക്കൊരാശ്വാസമല്ലായിരുന്നോ? അതുപോലെ അനിയും നന്ദുവിനെ ചേർത്ത് പിടിച്ചോളും. ഇല്ലമ്മേ, എനിക്കതിന് താല്പര്യമില്ല. ഇനി നന്ദുവിനെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. അവൾക്ക് ഇങ്ങോട്ട് വരണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ആര് പറഞ്ഞു? അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ കണ്ട സംഭവം സത്യമാവുമായിരുന്നോ? ഇന്നലെ എന്തൊക്കെയാണ് അവൾ കാണിച്ചു കൂട്ടിയത്? അതൊന്ന് ചിന്തിച്ച് നോക്ക്. അനിയെയും നന്ദുവിനെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ രണ്ടുപേരും ആദ്യമായിട്ട് സ്നേഹിച്ചവരാ. അങ്ങനെയുള്ളപ്പോൾ അവർ തമ്മിൽ നമ്മൾ പിരിക്കണമെന്ന് വിചാരിച്ചാലും ദൈവം തമ്പുരാൻ അവരെ കൂട്ടിച്ചേർക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും മോളെ. അതിന് നമ്മൾക്കൊരു തടയും ഇടാൻ പറ്റില്ല എന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ ഇരിക്കുക. ഈ സമയം നയനാകെ അപ്സെറ്റായിട്ട് അവിടെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനാമികയുടെ കാമുകനെയാണ്. അയാൾ അനാമികയും കാത്തു നിൽക്കുക. അപ്പോഴേക്കും അനാമിക എത്തി. ഹോ, നീ വന്നോ? എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു. എന്തായി കാര്യങ്ങളൊക്കെ? ഏതാണ്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ കടുത്തൂല്ലേ? പിന്നെ ഇനി കുറച്ചും കൂടെ ക്ലൈമാക്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അരികിലേക്ക് ഓടിയെത്തും. നീ എപ്പോൾ വന്നാലും നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എടാ, അങ്ങനെ വെറുതെ വന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ? അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അനാമികയെ. നിനക്കും പഠിപ്പുണ്ട്, എനിക്കും പഠിപ്പുണ്ട്. അത്യാവശ്യം ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കാം. അതുപോരെ? അത് മതി. പക്ഷെ എന്നാലും എനിക്ക് വെറും ജീവിതം മാത്രമല്ലല്ലോടാ. എൻ്റെ അച്ഛന് കുറേ കടമുണ്ട്. ആ കടമൊക്കെ വീട്ടണം. ഞാൻ കാരണം അച്ഛൻ ഇത്രയും കടമൊക്കെ മേടിച്ചു കൂട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ ആ കടമൊക്കെ വീട്ടി അച്ഛൻ സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്കും നിനക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം. അനന്തപുരിയിൽ നിന്നും ഞാൻ പണവുമായിട്ട് വരുന്നത് വരെ നീ കാത്തിരിക്കാന്നേ. എത്ര നാൾ വേണേലും കാത്തിരിക്കാൻ നല്ലതാ. ഞാൻ തയ്യാറാ. എന്നാൽ പിന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചാലോ? അതൊന്നും വേണ്ട. അതെ, ഇപ്പോൾ അനന്തപുരിയിൽ പ്രശ്നം നടക്കും. ആ സമയത്ത് നമ്മളാരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാവും.
എനിക്ക് ഓണക്കോടി എടുക്കാൻ പോണം, അപ്പം നീയും കൂടെ എൻ്റെ കൂടെ വന്നാൽ മതി. ശരി ഞാൻ വരാടി എന്നൊക്കെ പറയാം. എന്നാൽ ഞാൻ ചെല്ലട്ടെടാ. ശരിയടി. അങ്ങനെ അനാമിക അങ്ങ് പോയി. അനാമിക പോയി കഴിഞ്ഞതും അവൻ്റെ മുഖഭാവം അങ്ങ് മാറി. എന്തായാലും അനന്തപുരിയിൽ നിന്നും ഇവള് പറയുന്നത് പോലെ സ്വത്തുക്കൾ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നടത്തിയെടുക്കും എന്ന് ആലോചിച്ചുകൊണ്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയനയാണെങ്കിൽ ചന്തമോളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ചന്തമോളെ ഒരുക്കി സുന്ദരി കുട്ടപ്പി ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചന്തമോള് നമ്മളെ എവിടെ പോവുക നയനമ്മേ? നമ്മളെ ഓണക്കോടി എടുക്കാൻ പോവുക. ഓണക്കോടിയോ? അമ്മയ്ക്ക് എടുക്കുമോ? പിന്നെ ഇതെന്തൊരു ചോദ്യാ? പിന്നെ അമ്മയ്ക്ക് എടുക്കാതിരിക്കോ? അമ്മ പാവ നയനമ്മേ. അപ്പം ഈ അമ്മയോ? ഈ അമ്മയും പാവ. അമ്പടി ഭയങ്കരി കൊച്ചു കാന്താരി എന്നും പറഞ്ഞുകൊണ്ട് ചന്തമോളെ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ അവർ മൂന്നുപേരും നിൽക്കുന്ന രംഗങ്ങളോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.